ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് വർത്തനങ്ങാടി. ഇത് അക്ഷയ് അക്ഷയുടെ ബൈക്കാണ് കേട്ടോ. ഇവർ എക്സ്പൾസ് എന്ന ബൈക്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പും അതോടൊപ്പം നേപ്പാളും കൂടി കയറാനുള്ള പരിപാടിയാണ്. മാർച്ച് 31, 2025 തിങ്കളാഴ്ച രാവിലെ 8 മണിക്കാണ് ഇവർ യാത്ര പുറപ്പെടാൻ താല്പര്യപ്പെട്ടതും നമ്മളെ വിളിച്ചതും പറഞ്ഞതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങളിവിടെ വന്നു. ഞാനും ഷനിയൊക്കെ ആയിട്ട് അവരുടെ വീട്ടിൽ വന്നു. വീട്ടിൽ കുറച്ച് നല്ല ചെടികൾ കണ്ടപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ. ഓൾ ഇന്ത്യ ട്രിപ്പോ അതുപോലെ ലോങ് യാത്രകൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടുള്ള നല്ലൊരു അവനവൻ്റെ മനസ്സിനും കയ്യിനും ഇണങ്ങുന്ന ഒരു വാഹനം കണ്ടെത്തുക. ആ വാഹനത്തിന് വേണ്ട മറ്റ് സാമഗ്രികൾ അത്യാവശ്യം വേണ്ട ഒരു ചെറിയ ബ്രേക്കോ അല്ലെങ്കിൽ ഓയിലോ ചെയിനോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. അതുപോലെ തന്നെ കുറച്ച് മാത്രം വസ്ത്രങ്ങൾ എടുക്കുക, കുറച്ച് മാത്രം ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. പിന്നെ സാമ്പത്തികപരമായിട്ട് ലിക്വിഡ് മണി അധികം കയ്യിൽ വെക്കാതിരിക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ജെറിക്കാനൊക്കെ തീർച്ചയായിട്ടും കരുതേണ്ടതാണ്. അതിൽ ഒന്നിൽ പെട്രോളും ഒന്നിൽ കുടിവെള്ളമൊക്കെ ആയിരിക്കണം. ഇത് നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് യാത്ര ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നിവർ യാത്ര പുറപ്പെടുകയാണ്. ഇന്ത്യയിൽ നിന്ന് നേരെ നേപ്പാൾ കയറിയിട്ടേ അവർ വരുള്ളൂ. വണ്ടി ഇവിടെ തയ്യാറാക്കി നിൽക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. ഇതേ ശനി നല്ല പ്ലസൻ്റായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഇവരുടെ യാത്രയിലുടനീളം നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും സഹായവും ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ഈ വീഡിയോ അയക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇവരെ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നേപ്പാളിൽ നമ്മുടെ ബോബി ചേട്ടൻ, നേപ്പാളിലെ ഒരു മലയാളി, അദ്ദേഹത്തിനെ ഇവർ തീർച്ചയായിട്ടും കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഹെൽപ്പ് ഇവർക്കുണ്ടാവുമെന്നുള്ളത് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ഇവർ തീർച്ചയായിട്ടും ഒരു ഏകദേശം 75-80 ദിവസത്തെ ജേണിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾ ഇന്ത്യ ട്രിപ്പ് ഓൾമോസ്റ്റ് കവർ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അതിനുശേഷം നേപ്പാൾ കയറും. നേപ്പാൾ കയറിയിട്ട് തിരിച്ചു വരുള്ളൂ. അങ്ങനെയാണ് ഇവരുടെ പ്ലാനുള്ളത്. അപ്പോൾ Okay.